അപ്പൊ ഗൈസ്, ലക്ഷങ്ങളിൽ ഒന്ന് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കുന്ന പല കേസുകളും പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മകൻ അമ്മയെ കൊല്ലുന്നു, കുഞ്ഞിനെ അമ്മ കൊല്ലുന്നു, അതുപോലെ കുടുംബ ബന്ധങ്ങൾ തമ്മിൽ വിരളമായ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. അങ്ങനെ ഒരു സംഭവമാണ് ഇന്ന് പറയാൻ പോകുന്നത്. ആ ഒരു കേസിനെ പറ്റി എല്ലാവരും ഇപ്പോൾ കേട്ട് കാണും. റീസെന്റ് ആയിട്ടാണ് തോന്നുന്നു ന്യൂസ് വന്നിരിക്കുന്നത്. എന്തായാലും കൊല്ലത്ത്, ഞാൻ കൊല്ലം എന്ന് എടുത്തു പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ സ്ഥലത്തിന്റെ പേര് മാത്രമേ അറിയുള്ളൂ. ന്യൂസുകളിലെല്ലാം നല്ല കൊല്ലം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ആ സ്ഥലത്തോട് യാതൊരു വിരോധമോ ഒന്നും ഉണ്ടായിട്ടല്ല കൊല്ലം എടുത്തു തന്നെ. കാരണം ഈ വാർത്തയുടെ അടിയിൽ തന്നെ ധാരാളം പേർ ഈ ഒരു സ്ഥലത്തിന്റെ പേര് പരാമർശനെ പറ്റി ധാരാളം വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ഈ ഒരു സംഭവം പ്രായപൂർത്തിയാവാത്തവർ തമ്മിലായതുകൊണ്ട് തന്നെയാണ് ആളുകളുടെ പേരോ മറ്റു വിവരങ്ങളോ കൊടുക്കാതെ സ്ഥലത്തിന്റെ പേര് മാത്രം വെച്ച് ഈ സ്ഥലത്തെ സ്വദേശിയാണെന്നുള്ള സ്ഥലപ്പേര് മാത്രം കൊടുത്ത് ഇത് വാർത്ത കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് സ്ഥലത്തിന്റെ പേര് ഉന്നയിക്കുന്നത്, വേറെ ഒന്നും തോന്നാതിരിക്കുക. എന്തായാലും സംഭവത്തിലേക്ക് വരാം. കൊല്ലത്ത് 16 വയസ്സുകാരി ഒരു പെൺകുട്ടി ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. 16 വയസ്സുള്ള പെൺകുട്ടി കുഞ്ഞിന് ജന്മം കൊടുക്കുമെന്ന് നിങ്ങൾക്കറിയാം. പ്രായപൂർത്തി തികയാതെ പ്രസവിച്ച ഒരു പെൺകുട്ടി, കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടി പ്രസവിച്ചതിന്റെ പേരിൽ ചൈൽഡ് ലൈഫ് വെൽഫെയർ അസോസിയേഷൻ തന്നെ വന്ന് അവരോട് ഡയറക്റ്റായിട്ട് കേസ് എടുക്കുകയും മറ്റു കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ ആ പെൺകുട്ടി വെളിപ്പെടുത്തിയൊരു കാര്യമാണ് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കേരള സമൂഹത്തിൽ ആദ്യം ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. ആ കുട്ടിയോട് ആ വെൽഫെയർകാർ അസോസിയേഷൻകാർ ചോദിക്കുകയാണ്, ആരാണ് ഇതിന്റെ ഉത്തരവാദി, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് സംഭവിച്ചത്. ആ പെൺകുട്ടി, ആ 16 വയസ്സുള്ള ഒരു പെൺകുട്ടി പറഞ്ഞത് തന്റെ 13 വയസ്സുള്ള ഇളയ സഹോദരന്റെ പേരാണ്. കൊല്ലം സ്വദേശിയായ 16-കാരി കുഞ്ഞിന് ജന്മം നൽകി. ആലപ്പുഴയിലെ ആശുപത്രിയിലായിരുന്നു പ്രസവം. ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം നടത്തുകയും കുഞ്ഞിനെ ഏറ്റെടുക്കുകയും ചെയ്തു. പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി വിശദമായ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. വിവരങ്ങളുമായി വിനീഷ് കുമാർ ചേരുന്നുണ്ട്. വിനീഷ്, പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയാണ് ഇപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത്. വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? പിന്നെ ശരിക്കും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൊല്ലത്ത് 16 വയസ്സുകാരി പ്രസവിച്ചതായിട്ടുള്ള ഒരു വാർത്തയാണ്. ജനുവരി 13-നാണ് ഇതിന് ഈ ഒരു സംഭവം ഉണ്ടായത്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഈ കുട്ടി പ്രസവിക്കുകയായിരുന്നു. തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ വിവരം അറിയുകയും പോലീസ് അടങ്ങുന്ന സംഘം അവിടെ എത്തുകയും ചെയ്തു. കുട്ടി ഈ 16-കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ കുട്ടി പോലീസിനോട് മൊഴി നൽകിയത് തന്റെ ഇളയ സഹോദരനാണ് എന്നുള്ളൊരു ഇതിനെതിരെയാണ് മൊഴി നൽകിയിരിക്കുന്നത്. സഹോദരന് 13 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. തമാശയ്ക്ക് തുടങ്ങിയ ചില ബന്ധങ്ങളാണ് ഇത്തരത്തിലേക്ക് എത്തിയതെന്നാണ് ഈ കുട്ടിയുടെ മൊഴിയിൽ പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഒരു വാർത്ത പുറത്ത് വന്നതോടുകൂടി തന്നെ ഈ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർ സംഭവം കേട്ടല്ലോ. ഈ വാർത്തയിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. കാരണം അത് പ്രാഥമികമായിട്ട് വന്ന വിവരങ്ങളും പോലീസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലുമാണ് ഈ വാർത്ത നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം സത്യമാണെങ്കിൽ സ്വന്തം ബന്ധങ്ങളുടെ വില അറിയാതെ മക്കളെ വളർത്തുന്ന എല്ലാ മാതാപിതാക്കൾക്കും വളർന്ന മക്കൾക്കും ഇതൊരു പാഠമാണ്. ലക്ഷത്തിൽ ഒന്ന് മാത്രമേ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്ന് പറയും നമ്മൾ കമന്റ് സെക്ഷനിലെല്ലാം എഴുത്തെളുന്ന ഇങ്ങനെ കാര്യങ്ങൾ നമ്മളുടെ മുമ്പിൽ, അതും ഇത്രയും വിദ്യാസമ്പന്നർ ജീവിക്കുന്ന കേരളത്തിൽ വരികയാണെങ്കിൽ എന്താണ് നമ്മുടെ നാടിന്റെ അവസ്ഥ? കൃത്യമായ ഉപദേശങ്ങളോ അല്ലെങ്കിൽ കൗൺസിലിങ്ങോ ഒന്നും വളർന്നു വരുന്ന കുട്ടികളാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ആ കുട്ടി പറയുകയുണ്ടായി, ഞങ്ങൾ തമാശയ്ക്ക് തുടങ്ങിയ ബന്ധമാണ്. എന്താണ് തമാശയ്ക്ക് തുടങ്ങുന്ന ബന്ധം? അതാണ് എനിക്ക് അറിയാൻ മേലാത്തത്. കാരണം സെക്ഷലി രണ്ടുപേർ ഇന്റർഫിയർ ചെയ്യുമ്പോൾ മാത്രമേ അവിടെ ഒരു ബേബി ബോൺ ആവാനുള്ള എല്ലാ സാധ്യതകളും ഉള്ളൂ. അങ്ങനെ ഒരു സമയത്ത് ഇത് വെറും കുട്ടിക്കളിയാണ്, തമാശയാണെന്ന് മാത്രം കരുതിയെടുക്കാൻ മാത്രം ഈ കുട്ടികൾക്ക് എന്ത് പിന്നാമ്പുറമാണ്, അല്ലെങ്കിൽ എന്ത് തരം ലോജിക്കാണ് അത് കണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ മാതാപിതാക്കളുടെ കൃത്യമായ നിരീക്ഷണം ഇവരുടെ മുകളിൽ ഇല്ലാതെ പോയത്. മാത്രവുമല്ല, ഈ കുട്ടി 16 വയസ്സുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി പ്രഗ്നന്റായി ഒരു കുട്ടിക്ക് ജന്മവും കൊടുത്തു. അതുവരെ ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ഈ കുട്ടിയെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. ഒരു പെൺകുട്ടിക്ക് എന്തായാലും ഗർഭിണിയാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ അവരുടെ ശരീരത്ത് വന്നുകൊണ്ടേയിരിക്കും. അതും പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ അമ്മമാർ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന അമ്മമാരാണെന്ന് തോന്നുന്നു. കാരണം പെൺകുട്ടികളുടെ കാര്യങ്ങൾ എപ്പോഴും അവർ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും അവരുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ കഴിയുന്ന ഏറ്റവും അടുത്തൊരു സുഹൃത്തായിട്ട് അവർ കണക്കാക്കുന്നത് അമ്മയായിരിക്കും. അവർ സ്വന്തം അമ്മയ്ക്ക് പോലും ഈ പെൺകുട്ടിയുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലേ? അല്ലെങ്കിൽ കൃത്യമായ നിരീക്ഷണം ഇവർക്ക് ആ പെൺകുട്ടികളുടെ മുകളിൽ ഉണ്ടായിരുന്നില്ല. നമുക്ക് എല്ലാവർക്കും ഒരു ടീനേജ് പ്രായമായി കഴിയുമ്പോൾ ഒരു വീട്ടിലൊരു ആൺകുട്ടിയെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ കെയറിങ്ങും ശ്രദ്ധയും കൊടുക്കുന്ന പെൺകുട്ടികൾക്കായിരിക്കും. പണ്ടത്തെ കാലമാണ് ഞാൻ പറഞ്ഞു വന്നത്. എനിക്കറിയില്ല ഇപ്പോഴത്തെ കാലങ്ങളിലും ഇപ്പം ഒരു വീട്ടിൽ പാരൻസ് ഉണ്ടെങ്കിൽ ബോത്ത് ഫാദർ ആൻഡ് മദർ
അവർ രണ്ടുപേരും ബിസിയിലായിരിക്കും. ചിലപ്പോൾ അവർക്ക് വർക്ക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ബിസിനസ്സും പ്ലാനിങ്സും മറ്റു കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ചിലപ്പോഴൊന്നും കുട്ടികളെ ശ്രദ്ധിക്കാൻ അത്ര ടൈം കിട്ടിയില്ല എന്ന് വരും. പക്ഷെ എന്ന് വെച്ചാൽ പോലും കുറച്ച് സമയങ്ങളെങ്കിലും കുട്ടികളോട് സ്പെൻഡ് ചെയ്യാനും അവരുടെ അങ്ങനത്തെ ഡേ ടു ഡേ ലൈഫ് ചർച്ച ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും ഒക്കെ പലരും ഇരുന്ന് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭം അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ നാട്ടിലുണ്ടായിട്ടും ഇത്ര ഇന്റർഫിയർ ആയിട്ട് ഇത്ര കൂളായിട്ട് കുട്ടികളോട് ബിഹേവ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ കുടുംബത്തിനകത്ത് നടന്നത് ആ മാതാപിതാക്കൾ അറിഞ്ഞില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഒരുപക്ഷെ ഇത് വേറെന്തെങ്കിലും ഒരു രഹസ്യം ഒളിപ്പിച്ചു വെക്കാനുള്ള എന്തെങ്കിലും ഒരു തത്രപ്പാടിലാണോ ഇവർ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് മനസ്സിലാവുന്നത്. എന്തായാലും കുട്ടിയുടെ വിവരമാണ് എടുത്തത്. 16 വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ഏകദേശം 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ +1 പഠിക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കും. അപ്പൊ അത്യാവശ്യമായിട്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ അതിപ്പോൾ സെക്ഷൽ ആയിട്ടുള്ള അതുപോലെ എഡ്യൂക്കേഷൻ നമ്മുടെ സ്കൂളിൽ അത്ര നടക്കുന്നില്ലല്ലോ. എന്നാലും ഏറെക്കുറെ ചില കാര്യങ്ങളൊക്കെ ആ കുട്ടിക്ക് അറിയാമായിരുന്നിരിക്കാം. തന്റെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ആ കുട്ടിക്ക് അറിയാമായിരിക്കാം. അല്ലെങ്കിൽ എന്താ പറയുന്നത്, സ്വന്തം സഹോദരനാണെന്ന് പറഞ്ഞാൽ പോലും അല്ലെങ്കിൽ മറ്റൊരു പുരുഷനാണെന്ന് പറഞ്ഞാൽ പോലും ഒരു ആൺകുട്ടിയോട് എങ്ങനെ പെരുമാറണമെന്ന് ബിഹേവ് ചെയ്യേണ്ട രീതിയോ ആ കുട്ടിക്ക് അറിയാമായിരിക്കും. പക്ഷേ ഈ 13 വയസ്സുകാരന്റെ കാര്യമാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. 13 വയസ്സ് പറയുമ്പോൾ മാക്സിമം ഒരു 8ാം ക്ലാസ് അല്ലെങ്കിൽ 7ാം ക്ലാസ് ടൈമിൽ ആ ഒരു ആൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ചെയ്യാൻ ഇത്ര ഡെവലപ്ഡ് ആയോ, അല്ലെങ്കിൽ ഇത്രമാത്രം ഫോർച്യൂണോട് ചിന്തിക്കലാണോ അത്രയും പ്രായമുള്ള കുട്ടികൾ? എന്തായാലും അറിയില്ല. വളരെയധികം എന്താ പറയുന്നത്, കേട്ടപ്പോൾ തന്നെ നമുക്കൊരു വിഷമം തോന്നുന്ന ഒരു സംഭവമാണ്. അത് നമ്മുടെ കേരളത്തിൽ നടക്കുമ്പോൾ തന്നെ നമ്മൾ മറ്റ് പ്രദേശങ്ങളൊക്കെ നടക്കുമ്പോൾ അയ്യേ പൊട്ടെന്നൊക്കെ വെച്ച് നമ്മൾ കളയുമെങ്കിലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ വിഷയത്തെ നമ്മൾ ഗൗരവപൂർവ്വം കാണേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഒരു കുറേ ദിവസങ്ങളായിട്ട് പലതരത്തിലുള്ള വ്യത്യസ്തരമുള്ള വാർത്തകൾ കേൾക്കുന്നു. ലഹരിക്ക് അടിമപ്പെട്ടവർ ധാരാളം ചെയ്തു കൂട്ടുന്ന പല ചെയ്തികളും പ്രവൃത്തികളും കേൾക്കുന്നു. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം കേട്ടപ്പോൾ ആദ്യം നടുങ്ങിപ്പോയി. 16 വയസ്സുകാരി പ്രസവിച്ചെന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയ ഷോക്കൊന്നുമല്ല. കാരണം ഇതിനു മുമ്പേ ഇങ്ങനെ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ പ്രസവിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിന് ഉത്തരവാദി സ്വന്തം സഹോദരനാണെന്ന് ആ പെൺകുട്ടി വെളിപ്പെടുത്തുന്ന ആ ഒരു, അല്ലെങ്കിൽ പോലീസിന് വെളിപ്പെടുത്തിയ ആ സമയം അല്ലെങ്കിൽ ആ ഒരു വാർത്ത ശരിക്കും ഞെട്ടിച്ചാണ്. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ കുട്ടികളോട് എനിക്കറിയില്ല എത്രമാത്രം നമുക്ക് അവരോട് കൂടുതലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ കാര്യങ്ങൾ അവരെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന്. സത്യം ഞാൻ പറയട്ടെ, നമ്മുടെ എല്ലാ സ്കൂളുകളിലും എനിക്ക് തോന്നുന്നു ഈ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 7th സ്റ്റാൻഡേർഡിന് മുകളിൽ 8th സ്റ്റാൻഡേർഡിന് മുകളിൽ തന്നെ സെക്സ് എഡ്യൂക്കേഷൻ എന്ന സംഭവം കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ തുണ്ട് CD കാണിക്കുക, അല്ലെങ്കിൽ ഏപ്പടം കാണിക്കുക, ബ്ലൂ ഫിലിം കാണിക്കുക, ഇതൊന്നും അല്ലെന്ന് ആദ്യം നമ്മുടെ ഇവിടുത്തെ കുറെ വസന്തങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സെക്സ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് നമ്മൾ കൊച്ചിലെ പെൺകുട്ടികൾ പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പെൺകുട്ടികളും ആൺകുട്ടികളും ഗുഡ് ടച്ചും ബാഡ് ടച്ചും, അതുപോലെ തങ്ങളുടെ വളർന്നു വരുന്ന സ്റ്റേജുകളിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. തങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണിന്റെ ചേഞ്ചസ്, തങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, തങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങളുടെ മാറ്റങ്ങൾ, അതിൽ സംഭവിക്കുന്ന ചില പ്രക്രിയകൾ എല്ലാം തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ എത്ര നമ്മൾ പണ്ട് ചെറുപ്പകാലത്ത് ആൺകുട്ടി പെൺകുട്ടി നല്ല രീതിയിൽ മിങ്കിൾ ചെയ്ത് വരികയാണെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞത് കട്ട് ഓഫ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. കാരണം ഒരു പരിധിക്ക് മേളിൽ രണ്ടുപേർക്കും ഫീലിങ്സ് വരുന്ന സമയമായിരിക്കും. അപ്പോഴായിരിക്കും ഇങ്ങനത്തെ പല തെറ്റിദ്ധാരണകളും അല്ലെങ്കിൽ പലതരത്തിലുള്ള സംഭവിക്കാൻ പാടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇതെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും അവർക്ക് വ്യക്തമായ രീതിയിലുള്ള ഉപദേശങ്ങൾ കൊടുക്കാനും സെക്സ് എഡ്യൂക്കേഷൻ എന്ന സംഭവം വളരെയധികം പ്രാധാന്യം വഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ന് കേരള സമൂഹത്തിലെ പല സ്കൂളുകളിലും ഇതൊക്കെ വളരെ വിചിത്രമായ സംഭവങ്ങളായിട്ടാണ് കാണുന്നത്. എന്താണെന്ന് അറിയില്ല. എന്തായാലും പോട്ടെ, നമ്മുടെ മായാസ് വ്ലോഗ് എന്ന് പറഞ്ഞ ചാനലിൽ ഇന്നലെ ഒരു ചേച്ചി ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളോടും യോജിക്കാൻ പറ്റുന്നില്ലെങ്കിലും ചില കാര്യങ്ങളോട് യോജിക്കണമെന്നുമുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്തമായി ഭാഗത്ത് പോകുമെന്ന് പലർക്കും ഒരു പേടിയും ഉണ്ടാവും. എന്തായാലും ആ മായാസ് വ്ലോഗ് എന്ന് പറഞ്ഞ അതിലെ ആ മേഡം പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു. വളർത്തുമ്പം സ്ത്രീയുടെ ആ അനാട്ടമി അല്ല ആ ശാരീരിക അവസ്ഥയും അതിൻ്റെ ഒരു കാര്യങ്ങളും കൂടെ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ പുരുഷനിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, ഞാൻ പണ്ട് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, പുരുഷന് കണ്ണിലാണ് ദൈവം കൊടുത്തിരിക്കുന്നത്, സ്ത്രീക്ക് അങ്ങനെയല്ല. അതുകൊണ്ട് നഗ്നത എവിടെയെങ്കിലും കണ്ടാൽ സ്വന്തം സഹോദരിയാണേലും സ്വന്തം അമ്മയാണേലും നഗ്നമായിട്ട് കണ്ടാൽ പുരുഷന് വികാരം ഉണ്ടാകും. അത് ആ ഒരു സെക്കൻഡിൽ ഉണ്ടാകും. ദൈവം അവനെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ എങ്കിൽ ആ സെക്കൻഡിൽ തന്നെ വികാരം വന്ന സമയത്ത് ആ വിവേകം ഉടനെ ഉടലെടുക്കും. ആ വിവേകം കൊണ്ട് അവൻ മനസ്സിലാക്കും, അയ്യോ അതെൻ്റെ അമ്മ, അയ്യോ അതെൻ്റെ പെങ്ങൾ എന്ന്. അപ്പം തന്നെ അവൻ ആ വികാരത്തെ അടിച്ചമർത്തും. അങ്ങനെയാണ് ലോകത്ത് പുരുഷന്മാരുള്ളത്. പുരുഷനെ ദൈവം സൃഷ്ടിച്ച അവൻ്റെ കുറ്റമല്ല, കണ്ണിലാണ് അവൻ്റെ സംഭവം വെച്ചിരിക്കുന്നത്. സ്ത്രീക്ക് എന്നാൽ അങ്ങനെയല്ല. അപ്പം എന്ത് മനസ്സിലാക്കണം, ഒരു അമ്മമാരാണ് കുട്ടികൾക്ക് നല്ല കോച്ചിങ് കൊടുത്ത് ഈ വിവരം പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി പെൺകുട്ടികളെ തന്നെ വളർത്തണം. ആൺകുട്ടികളോട് അമ്മമാർക്ക് പറയാൻ മടിയുണ്ട്, പെൺകുട്ടികളെ തന്നെ പറഞ്ഞു മാറ്റിയിട്ട് സഹോദരനുണ്ട്, സഹോദരനോട് സ്നേഹമായിട്ട് നിൽക്കണം. പക്ഷേ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക.
അത് കീപ്പ് ചെയ്യാനുള്ളത് അനുവദിക്കുക. അതുപോലെ ബാല്യം കഴിഞ്ഞോ മനസ്സിലാക്കാതെ കൗമാരത്തിൽ ശാരീരിക വളർച്ചയൊക്കെ ഉണ്ടായിട്ടും പിന്നെ ഈ കുഞ്ഞുങ്ങൾ ഒന്നിച്ച് കിടക്കുകയോ കെട്ടിമറിയോ അങ്ങനെയൊക്കെ ചെയ്യും, മൊബൈലെടുത്ത് ഇങ്ങനത്തെ സീനുകളൊക്കെ കാണുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവരൊരു തമാശയായിട്ട് ചെയ്താന്ന് ഇപ്പോൾ ഈ കൊച്ചു പറയുന്നത്. എന്ത് മറുപടിയുണ്ട് ആ കാര്യത്തിൽ നമുക്ക് പറയാം, ഞങ്ങളൊരു തമാശയായിട്ട് ചെയ്താന്ന്. എന്ത് മറുപടിയാണ് നമ്മൾ പറയാന്? അപ്പോൾ അത് ആരുടെ കയ്യിലെ കുറ്റമാണ്? അമ്മയുടെ കയ്യിലെ കുറ്റാന്നേ പറയുള്ളൂ. ഇപ്പം നിങ്ങൾ എൻ്റെ മേത്ത് പൊങ്കാലിടും, പക്ഷെ ഞാൻ ഈ കേസിൽ അങ്ങനെ പറയുള്ളൂ, അച്ഛൻ്റെ പോലും പറയല്ല. അച്ഛന് പെങ്കൊച്ചിനെ ഉപദേശിക്കുന്നതിന് ഒരു പരിധിയുണ്ട്, അമ്മയ്ക്ക് ആ പരിധിയില്ല. അമ്മ ഈ മാഡം പറഞ്ഞ കാര്യങ്ങൾ ചില കാര്യങ്ങൾ യോജിക്കാനാണ്. കാരണം കൃത്യമായ രീതിയിൽ പെൺകുട്ടികൾക്ക് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത്, അവരിനി എന്തൊക്കെയാണ് നേരിടാൻ പോകുന്നത്, വരും കാലഘട്ടങ്ങളിൽ നമ്മളുടെ പഴയ നിഷ്കളങ്കതയൊക്കെ മാറ്റി ഒരു ടീനേജിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവർ നേരിടാൻ പോകുന്ന പല വെല്ലുവിളികളുമുണ്ട്. അതായത് കഴുകന്മാർ പല രൂപത്തിലും വരും, പല ഭാവത്തിലും വരും. അവരെ അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാനും തങ്ങളുടെ ശരീരത്തിലെ ഉണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം കുറിച്ച് വ്യക്തത നൽകാനും ഒക്കെ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അമ്മമാരെ കൊണ്ടേ കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം യോജിക്കുന്നു. പിന്നെ അമ്മമാരെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാലും ഇപ്പോഴത്തെ സിറ്റുവേഷനിലെ മോഡേൺ യുഗത്തില് എല്ലാവരും ബിസിനസിന്റെ പുറകിലും ക്യാഷിന്റെ പുറകിലും ഒക്കെ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ സ്വയം പര്യാപ്ത തന്നെ ഈ കുഞ്ഞുങ്ങൾ കൊച്ചിലെ മുതലേ വരിച്ചു കഴിയും, സ്വന്തമായിട്ട് ഫുഡ് എടുത്ത് കഴിക്കാനും സ്വന്തമായി കുളിച്ച് റെഡി ആവാനും ഒക്കെയുള്ള ഇവർക്കൊരു പ്രാപ്തി ഇവർക്ക് വന്നു കഴിയും. പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് പിന്നീട് തെറ്റു പറ്റുമോ നമ്മൾ ചിന്തിച്ചു പോകുന്നത്. കാരണം കൃത്യസമയത്ത് ഒരുപക്ഷെ ഇവർക്ക് ആ ഉപദേശങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ ഒരു തോന്നലുണ്ട്. എന്തായാലും റെയർ ഓഫ് ദി റെയറസ്റ്റ് സംഭവിച്ച ഈ കേസിന്റെ പിന്നാമ്പുറമുള്ള അന്വേഷണങ്ങളുടെ മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ ഇതിന്റെ നിജസ്ഥിതി നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അതുവരെ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനോ ആരുടെ മേലും പഴി ഏറാനോ കഴിയില്ല. ആ പെൺകുട്ടി 16 വയസ്സ് മാത്രമുള്ള പെൺകുട്ടിയാണ്. 13 വയസ്സുള്ള സഹോദരന്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനിടയിൽ എന്ത് സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഒളിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കള്ളമാണോ ഇത് മുമ്പോട്ട് വെച്ചിരിക്കുന്നത്, ഇതൊക്കെ അറിയണമെങ്കിൽ മുമ്പോട്ടുള്ള അന്വേഷണം കൂടിയേ തീരൂ. എന്തായാലും റെയർ ഓഫ് ദി റെയറസ്റ്റ് ഈ കേസ് ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഇനി കേട്ടുകേൾവികൾ ഉണ്ടാവാൻ പാടില്ലെന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. വേറൊരു വീഡിയോ വീണ്ടും കാണാം.